നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക് ഫൈനാൻസിങ്ങും ഈ പലിശയും ഒന്ന് തന്നെയല്ലേ? ചിലരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. സത്യത്തിൽ അങ്ങനെയല്ല. പലിശയും ഇസ്ലാമിക് ഫൈനാൻസിങ്ങും രണ്ടും രണ്ടാണ്. ഇസ്ലാമിക് ഫൈനാൻസിങ്ങിൽ കൂടുതലായിട്ടും കച്ചവടങ്ങളാണ് നടക്കുന്നത്, ട്രേഡുകൾ. അള്ളാഹു ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ട്രേഡിനെ, കച്ചവടത്തെ നമുക്ക് ഹലാലാക്കി എന്നുള്ളതും പലിശയെ ഹറാമാക്കി എന്നുള്ളതും. കച്ചവടത്തിൻ്റെയും പലിശയുടെയും വ്യത്യാസങ്ങൾ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, കച്ചവടത്തിലൂടെ ഒരാൾ പണം സമ്പാദിക്കുമ്പോൾ അദ്ദേഹം അവിടെ അധ്വാനിക്കുകയും ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലിശക്ക് പണം കടം കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അധ്വാനമോ ഒരു വാല്യൂയോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം റിസ്ക് ഷെയറിംഗ് ആണ്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഒരുപക്ഷെ ലാഭം ഉണ്ടാവാം, അതുപോലെ നഷ്ടവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കസ്റ്റമറെ കേസ് എടുത്തു നോക്കാം. ആ ഒരു കസ്റ്റമർ നല്ലത് ഉദ്ദേശിച്ച് ഫ്രൂട്ട്സ് വാങ്ങി, ഒരു പക്ഷേ നല്ല ഫ്രൂട്ട്സ് ആണെങ്കിൽ അദ്ദേഹത്തിന് അത് മെച്ചമായിരിക്കും ആ കസ്റ്റമർക്ക്. ഒരു പക്ഷേ ആ ഫ്രൂട്ട്സ് മുറിച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ കേടാണെങ്കിൽ ആ കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നഷ്ടവുമായിരിക്കും. ആ രൂപത്തിലൂടെ റിസ്ക് ഈ കച്ചവടക്കാരനും കസ്റ്റമർക്കും ഇടയിൽ ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പലിശയുടെ കാര്യങ്ങളൊന്നും എടുത്തു നോക്കി. പലിശക്ക് കടം കൊടുക്കുന്ന ആൾക്ക് യാതൊരു വിധ റിസ്ക്കും ഇല്ല. അവരെടുത്ത് നിന്ന് ആരാണോ കടം വാങ്ങിയത് അദ്ദേഹത്തിന് ആ ക്യാഷ് ഉപയോഗപ്പെട്ടാലും ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം കൃത്യമായി അതിൻ്റെ മുതലും പലിശക്ക് ആരാണോ കടം കൊടുത്തത് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ റിസ്ക് ഒരാളിലേക്ക് മാത്രം പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കടം വർദ്ധിക്കുവാനും സമൂഹത്തിൽ സാമ്പത്തിക അസമത്വം വർദ്ധിക്കുവാനുമൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. അപ്പം കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കച്ചവടം ക്രിയേറ്റ് ചെയ്യുന്നത് ജോലിയും പ്രൊഡക്റ്റും ഗ്രോത്തുമാണ്. പക്ഷെ പലിശ കടവും സമൂഹത്തിൽ അസമത്വവുമാണ് വർദ്ധിപ്പിക്കുന്നത്. ഒന്ന് പ്രൊഡക്റ്റീവാണ്, മറ്റത് അൺപ്രൊഡക്റ്റീവാണ്.